എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആരും കൺഫ്യൂഷൻ തോന്നണ്ട. നമ്മൾ രണ്ട് കളറിലുള്ള വട്ടയപ്പാണ് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ വൈറ്റ് കളറിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് കളറിൽ കുറച്ച് ചേഞ്ചസ്, അതായത് ഒരു പിങ്കും ഒരു ചോക്ലേറ്റ് കളറും. അപ്പോൾ പിങ്കിന് വേണ്ടിയിട്ട് ഒരെണ്ണത്തിൽ ഷുഗറും ഒരെണ്ണത്തിൽ പിന്നെന്താ പറയുക ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കാം, ബാക്കിയുള്ള ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറയുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കലരി ആട്ടോ എടുത്തിരിക്കുന്നത്. ഉണക്കലരി എന്ന് പറഞ്ഞാൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അരി ഒരു 8-9 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വയ്ക്കാൻ. ഇതിൽ നന്നായിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക തവിട് ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് കഴുകി ഒരു 4-5 വട്ടം കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു അരിപ്പ പാത്രത്തിൽ വെക്കണം. അതിന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയി കിട്ടണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഇട്ടിട്ടാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പിങ്കിഷ് കളറിലെ വട്ടയപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കി നോക്കി. അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതാണ് ഞാൻ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു കപ്പിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എടുത്താൽ, പക്ഷേ ഒരു കപ്പ് നിറച്ചെടുക്കണ്ട. ഇതിനകത്തേക്ക് കുറച്ച് ഏലക്ക, ഒരു 4-5 ഏലക്കയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കരിക്ക് വേണമെങ്കിൽ എടുക്കാം. 3/4 കപ്പ്. പിന്നെ വേണ്ടത് അവിലാണ്. അവിൽ ഞാൻ വെള്ള അവിൽ ഒരു 1/2 കപ്പ് ഇതുപോലെ ഈ 1/2 കപ്പ് മെഷർമെൻറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിടുമ്പോൾ നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അതും അതിൻ്റെയും വെള്ളം കംപ്ലീറ്റ് ആയിട്ട് സ്ക്യൂസ് ചെയ്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവില്ല. ഇതിപ്പോൾ ഞാനൊന്ന് പിഴിഞ്ഞെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചതാണ്. പിന്നെ അതൊരു തുള്ളി പോലും വെള്ളം ഇല്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഈ അരിപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം അതോടുകൂടി പോയി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടീസ്പൂൺ, ഈ ഒരു കപ്പ് അളവിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് വേണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പക്ഷേ പുതിയ ഈസ്റ്റായിരിക്കണം. നമ്മൾ 1-2 മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വട്ടയപ്പത്തിൻ്റെ മാവ് ഫെർമെൻ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്ക് അരച്ചെടുക്കാം. ഈസ്റ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഞാൻ ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വട്ടയപ്പം ഇതുവരെ ശരിയാവാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ചോറും എടുത്തിട്ട് ചെയ്യാം, പക്ഷേ ചോറിനേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വന്നത് അവലായതുകൊണ്ടാണ് ഞാൻ അവലെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറുക്കി ചേർത്തും ഉണ്ടാക്കാം. അപ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ടും ഒരേ രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാത്തിനും കൂടിയും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ ഈ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം, കാരണം പഞ്ചസാരയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഞ്ചസാരയും നാളികേരവും ഇട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ അരി കുറേശ്ശെ ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചാൽ മതി. മാക്സിമം ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഇതിന് വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് നാളികേരം, കുറച്ച് അരിയും ഫുൾ പഞ്ചസാരയും പിന്നെ കുറച്ച് അവിലും അരച്ച് കഴിഞ്ഞു. ഇനി ഇതാ ഇത്ര കൂടി ബാക്കിയുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചാണ്. അതിനകത്ത് ഒരു 1/4 കപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചിട്ട് ആ മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാവ് അരച്ച് കഴിഞ്ഞു. മാവിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പാത്രം കുറച്ചുകൂടി വലുത് എടുക്കാമായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ പാത്രം മാറ്റും. ഇതിനൊരു 5 to 6 hours നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവേ. ഇനി നമുക്ക് ചോക്ലേറ്റ് കളർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ സെയിം അളവിൽ 3/4 കപ്പ് അളവിൽ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അവിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് അളവിൽ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കണം. ഒരു 3/4 കപ്പ് ശർക്കര എടുക്കുമ്പോൾ ഒരു 1/4 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി തെറ്റിപ്പോകും കേട്ടോ. പിന്നെ വേറെ വെള്ളം ഒരുപാട് ഒഴിക്കരുത്, അതൊഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ ഇതിനകത്തേക്ക് ഏലക്കയും ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരി ഇതുപോലെ തന്നെ ഉണക്കലരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ അവലിനെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടി അവലിനെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ അരച്ചെടുക്കുക. 1 ടീസ്പൂൺ ഈസ്റ്റും 1 നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇതിനെയും അതുപോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ 2 മാവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ശർക്കര ചേർത്ത് അരച്ചതും ഇത് നമ്മുടെ പഞ്ചസാര ചേർത്ത് അരച്ചതും. അപ്പോൾ ഇതിനെ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു 5 to 6 hours, ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ചെറുതായിട്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ ഒരു 5 hours തന്നെ ഫെർമെൻ്റായിട്ട് വരുമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഇതിനെ മൂടി വയ്ക്കാം. എന്നിട്ട് ഫെർമെൻ്റ് ആയതിനു ശേഷം കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ച് വെച്ച പിങ്ക് കളർ വട്ടയപ്പത്തിൻ്റെ മാവ് പൊന്തിയൊന്ന് ഞാൻ ഒരു പാത്രത്തിലൂടെ പകർത്തി വെച്ചു. ശരിക്കും ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ വരെ എത്തിയായിരുന്നു. അപ്പോൾ നല്ലോണം അങ്ങനെ പൊന്തി വരുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കൂടി വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തട്ടിൽ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും തൂത്തിട്ട് പിന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ തട്ടിൽ നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒഴിച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവി കയറ്റിയിടുക. അപ്പോൾ ഈ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ പ്ലേറ്റിൽ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ചെറിയ പ്ലേറ്റാണ്. അപ്പോൾ ഇതിൽ 3 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കോരി ഒഴിക്കട്ടെ.